എന്താ മക്കളെ, ഇന്ന് യൂണിഫോം ഒന്നും വേണ്ടേ? പപ്പ അതിനൊന്ന് ബുധനാഴ്ചയില്ലേ? പപ്പ മറന്നുവല്ലേ? ഞാനതങ്ങ് മറന്നുപോയി. അങ്ങളെ വേളാങ്കണിക്ക് പോയിട്ട് ഓ ഞങ്ങൾക്കൊന്നുമില്ലല്ലേ? ഞാൻ മറന്നു. അധികം എടുത്തര സുമേഷേ. എന്റെ ചക്കര മക്കൾക്ക് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാണ്ട് വരുവോ? ഇത് വേളാങ്കള്ളിന്ന് ഞങ്ങൾ വാങ്ങിയതാ, രണ്ടുപേർക്കും. സൂക്ഷിച്ചു വെക്കണം കേട്ടോ. എന്നാ ശരി, സ്കൂളിൽ പോയിക്കോട്ടോ. അങ്കിളെ, നാളെ നമ്മുടെ സ്കൂളിൽ ടൂർ അല്ലേ? നല്ല പാട്ട് സിനിമയൊക്കെ വേണം കേട്ടോ. അത് നമുക്ക് അടിച്ചു പൊളിക്കാന്നേ കേട്ടോ. മക്കള് പോയിട്ട് വാ. ട്രിപ്പ് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ രാജീവ? ഇല്ല ബസ്സേട്ടാ. പിന്നെ ലാൻഡർ നടിക്കണം. ആ, പിന്നെ നാളെ സ്കൂളിന്റെ ട്രിപ്പല്ലേ? അത് നീ വേഗം ചെയ്യണം കേട്ടോ. ആ എന്നാ പൈസ. ജോസേട്ടാ, അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് 20,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. രാജീവ, സ്കൂളിന്റെ ട്രിപ്പിന്റെ പൈസ കിട്ടുമ്പോൾ അത് നീ എടുത്തു. രാജീവിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു കൂടായിരുന്നോ? നീ എന്നാ അടി പറയുന്നേ? ഇന്ന് വണ്ടിയുടെ ലോൺ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ. പിള്ളേരുടെ ഒരു കാര്യം പറഞ്ഞ എടി, ഞാൻ ഒന്ന് വേഗം പോയിട്ട് വരേ. ആ ആ, നിങ്ങൾക്ക് ഇന്ന് പഠിത്തമില്ലേ? പപ്പ, നമ്മുടെ സ്കൂൾ ഒരാഴ്ചത്തേക്ക് അവധിയായി അച്ഛൻ പ്രഖ്യാപിച്ചു. ഓ, നിങ്ങൾ ടൂർ പോവായതുകൊണ്ടായിരിക്കും അല്ലേ? ആ, മക്കളിയല്ലേ. പപ്പ ഇന്ന് ബാങ്കിൽ പോയിട്ട് വരാം കേട്ടോ. Are you okay, baby? ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്രധാനമായ നടപടിയാണ്, അഭൂതപൂർവമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിലും കൂടി ആലോചിക്കും. സ്വകാര്യ ബസ്സുകളും പ്രൈവറ്റ് കാരിയർ വാഹനങ്ങളും ഓടില്ല. സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും, പക്ഷേ കർശനമായ പരിശോധനയുണ്ടാകും. ഓട്ടോ ടാക്സി തടയില്ല. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ പക്ഷേ അനിവാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കൂടി, ഇതുവരെ വിദേശത്തു നിന്ന് വരുന്നവർക്കാണ് 14 ദിവസത്തെ നിരീക്ഷണം ഉണ്ടായിരുന്നതെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കൂടി 14 ദിവസം നിരീക്ഷണം ഉണ്ടാകും. കുടിവെള്ളം ഉൾപ്പെടെയുള്ള ജോസേട്ടനല്ലേ? ഇത് സ്കൂളിൽ നിന്നാണേ. ജോസേട്ടാ, നമ്മൾ പറഞ്ഞ ട്രിപ്പ് ക്യാൻസലായേ. അയ്യോ ജോസേട്ടാ, കടകളൊക്കെ അടയ്ക്കുമെന്ന് പറയുന്നു. സാധനങ്ങളൊക്കെ തീരാറായി. ഇനി എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യും, അത്യാവശ്യം വേണ്ട സാധനത്തിന് ലിസ്റ്റ് എഴുതും. ഞാൻ പോയി മേടിച്ചിട്ട് വരാം.
ആ രാജീവാ, കേറി വാ. കുറെ കാലമായില്ലേ വണ്ടി ഒന്ന് കഴുകിയിട്ട്. ഞാനൊന്ന് കഴുകിയിടാൻ വേണ്ടി പോയതാ. ഞങ്ങളും കഴുകി ഷട്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാ. സ്റ്റാർട്ട് ഞാൻ ചെയ്തിരുന്നു. അതെ അല്ലേ. രാജീവേട്ടൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ. കൊറോണയുണ്ട്, ഓപ്പറേഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഞാനത് ചോദിക്കാനേ മറന്നുപോയി. അത് വേണ്ട ചേട്ടാ, ഇത് അത് വേണ്ട വേണ്ട. അല്ല, ഇത് വേണ്ട, പൈസക്കൊന്നും അല്ല. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനെങ്കിലും അല്ല. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. പൈസ താഴെ പോകും. വേണ്ടായിരുന്നു ജോസേട്ടാ. എന്തിനാ ജോസേട്ടാ അവർക്ക് പൈസ കൊടുത്തത്? നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്നറിയില്ലേ? നീ എന്നതാടി ഈ പറയുന്നേ? നമ്മളല്ലാണ്ട് വേറെ ആരാ അവർക്ക് കൊടുക്കാനുള്ളത്? ഇത് ജോസേട്ടൻ്റെ വീടാ? അതെ. ആരാ? ബാങ്കിൽ നിന്നാ. വാ കേറിയിരിക്കെ. പല തവണ ഞാൻ നിങ്ങളെ വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. നോട്ടീസ് അയച്ചു, എന്നിട്ടും ഒരു വിവരവുമില്ല. ബാങ്കിൻ്റെ നിയമങ്ങൾ അറിയാലോ. നിങ്ങളെടുത്ത ലോണ് 33 ലക്ഷം രൂപ കുടിശ്ശികയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് അടച്ചു തീർക്കണം. അടച്ചു തീർക്കാതെ പക്ഷം ബാങ്കിന് നടപടി സ്വീകരിക്കേണ്ടി വരും. ജോസേട്ടാ, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മോളുന്നില്ലേ ഓർഡറാണ്. ഒരു കാര്യം ചെയ്യും, പരമാവധി വേഗം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒന്ന് അടച്ചു തീർക്കാൻ വേണ്ടി നോക്ക്. എന്നാ പിന്നെ ഓക്കെ. ജോസേട്ടാ, നമുക്ക് ഈ ബസ് കൊടുത്താലോ? എങ്ങനെയാടി ഈ ബസ് കൊടുക്കുക? നമുക്ക് ആകെയുള്ള വരുമാനമല്ലേ? അല്ലാതെ വേറെ എന്താ ജോസേട്ടാ നമുക്കൊരു വഴി? ഞാൻ ആ ബ്രോക്കർ വർക്കിച്ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, വർക്കിച്ചേട്ടനല്ലേ? വർക്കിച്ചേട്ടൻ, ഇത് ജോസാണേ. ഒന്ന് വീട് വരെ വരുമോ? ഒരു ചെറിയ കാര്യം സംസാരിക്കാൻ. ആ ഓക്കെ. ആ വർക്കിച്ചേട്ടനോ? വാ കയറി വാ. എടി ഒരു കസേരയും എടുത്തോ. ഇരിക്കേ. വർക്കിച്ചേട്ടനെ വിളിച്ചത് ഞാൻ എൻ്റെ ബസ് കൊടുക്കാനാ. പാർട്ടി ആരെങ്കിലും ഉണ്ടാവുമോ? ജോസിയേട്ടാ, ഈ ബസ് വിൽക്കുന്ന കാര്യം പറയാൻ വേണ്ടി എന്നെ വിളിച്ചത്?
ഇപ്പോൾ ആർക്കാ ഈ ബസ് വേണ്ടത്? അതും ഈ ടൂറിസ്റ്റ് ബസ്. ജോസേട്ടാ, വീട് കൊടുക്കുന്നുണ്ട് പറ, നമുക്കൊരു പാർട്ടി. ആ വീടൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കല. ബസ് വാങ്ങാൻ ആളുണ്ടെ നിങ്ങൾ പറ. ജോസേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത്രയും ആരാധകരുണ്ടായിട്ട് ആർക്കും വേണ്ടല്ലോടാ. എന്റെ പപ്പ കരയുന്നേ. നമുക്ക് ഇനി ആർക്കും കൊടുക്കണ്ട പപ്പ. ജോസേട്ടാ, ചോറ് വിളമ്പി വെച്ചിട്ട് കുറേ നേരമായി. നിങ്ങൾ കഴിക്കുന്നില്ല? കുഞ്ഞുങ്ങളെന്തേടി? അവള് കഴിച്ചിട്ട് നേരത്തെ കിടന്നു. രാജീവിന്റെ അമ്മ മരിച്ചിട്ട് ജോസേട്ടൻ എന്താ പോവാത്തത്? ഞാൻ എങ്ങനെയാടി അവന്റെ മുഖത്ത് നോക്കുക? ജോസേട്ടാ, നമുക്ക് വീട് വിൽക്കാം. വർഗച്ചേട്ടനെ വിളിക്ക്.
കയറി വാ, കയറി വാ. ജോസേ, ഇത് എത്ര സെന്റ് സ്ഥലം? 17 സെന്റ് സ്ഥലം. ചേട്ടൻ ഇതിന് എന്ത് വിലയാണ് ഉദ്ദേശിക്കുന്നത്? അതെല്ലാം വർക്കിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞ വിലയ്ക്ക് കച്ചവടം ചെയ്തു തരാം. ജോസേട്ടാ, നിങ്ങൾ പറഞ്ഞ വിലയൊന്നും ഇവർ കാണുന്നില്ല. ഇവർ 30 രൂപയെ കാണുന്നുള്ളൂ. നമുക്കത് ഉറപ്പിക്കാൻ പറ്റുമോ? ജോസേട്ടാ, ഒരു നല്ലൊരു പാർട്ടി ജോസേട്ടാ. 40,000 കിട്ടുമോ? അതൊന്നും കിട്ടില്ല ജോസേട്ടാ. നമുക്ക് ഇതിനാണെങ്കിൽ ഉറപ്പിച്ചത്. കമ്മീഷൻ കുറച്ച് കയറ്റി പറഞ്ഞു കേട്ടോ. ഞാൻ ജോസേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് കമ്മീഷൻ കൂടുതൽ വരണം. അതിനാണ് കച്ചവടമാക്കാം. എന്നാലൊരു കാര്യം ചെയ്യും, വീട്ടിലെ സാധനങ്ങളൊന്നും എടുക്കണ്ട. ഒരു 33 രൂപയ്ക്കാണ് ഞങ്ങൾ എടുത്തോളാം. വർക്കിച്ചേട്ടാ, ഗ്യാസും കുറച്ച് പാത്രങ്ങളും ഞങ്ങൾ എടുക്കും. എന്നാ പിന്നെ അതിന് ഉറപ്പിക്കല്ലേ? നമ്മൾ എന്തിനാ പപ്പ ഈ വീട് വിട്ടു പോകുന്നേ? ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? ജോസേ, ആ ബസ് ഒന്ന് മാറ്റിയിടണം കേട്ടോ. ചിന്നു, നിക്കടി അവിടെ, ഞാൻ വരുന്നു. വണ്ടി ഇവിടുന്ന് മാറ്റിയിടണം എന്നല്ലേ അവർ പറഞ്ഞത്. ഞാൻ വണ്ടി ഇടാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് വരാം കേട്ടോ. ആ,
എത്രയാട്ടാ ചിപ്സ് എത്രയാ? 100 രൂപ. 100 രൂപ. ആ. രാജീവ് ഏട്ടാ, അത് നമ്മുടെ ജോസേട്ടനല്ലേ വരുന്നത്? എവിടെയാ പോന്നേ ജോസേട്ടാ? എല്ലാം പോയടാ. എന്താ പറ്റിയേ? ജോസേട്ടൻ്റെ കുടുംബവും എവിടെയും പോകണ്ട, എൻ്റെ കൂടെ പോര്. അമ്മ മരിച്ച പിന്നെ ഞാൻ തനിച്ചല്ലേ. സാരമല്ലേ ജോസേട്ടാ, നമ്മുടെ കൂടെ ബസ്സില്ലേ, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം.